കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ മുതൽ ഈ സമയം വരെ കുമ്പനാട് നടക്കുന്ന ഈ 120ാമത് ജനറൽ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ പല ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും വിദൂരങ്ങളിലും ഇരുന്ന് ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു പങ്ക് തന്ന ദൈവത്തിന് മഹത്വം. പ്രത്യേകിച്ച് കൺവെൻഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. പ്രിയ ദൈവദാസൻ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട പ്രാർത്ഥന എനിക്ക് പിൻബലമായിട്ട് കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ നാളുകളിലും ഉണ്ട് എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് ഈ ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായി തീർന്നു. പ്രത്യേകിച്ച് ബൈബിൾ ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ അനേക പ്രിയപ്പെട്ടവരുടെ കണ്ണുകൾ നിറഞ്ഞ് ഈ മണ്ണിൽ വീഴുന്നത് കാണാനിടയായി തീർന്നു. നമ്മളെ തകർക്കുന്ന, നമ്മളെ ദൈവസന്നിധിയിൽ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനം കർത്താവ് നമുക്ക് ഈ ദിവസങ്ങളിൽ തന്നല്ലോ. ദൈവത്തിന് മഹത്വം. തുടർന്നുള്ള നാളുകളിലും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടായിരിക്കണം, ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. എല്ലാ മഹത്വവും കർത്താവിൻ്റെ സന്നിധിയിൽ അറിയിക്കുകയാണ്. ഇന്നും നമ്മുടെ മുമ്പാകെയുള്ള ചുരുക്കം സമയം ദൈവവചനത്തിൻ്റെ ഏടുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിൽ തന്നെയും ആ വാക്യം ഒന്ന് പ്രാരംഭത്തിൽ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ വിശ്വാസികൾക്കെഴുതിയ തൻ്റെ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം, എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് ഒന്ന് വായിക്കാം. ഒൻപതാമത്തെ വാക്യം. മതി. തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം, ദൈവഹിതത്തിൻ്റെ മർമ്മം. ഈ നാളുകളിൽ നമ്മൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് തിരുവചനത്തിലെ മർമ്മങ്ങൾ എന്നുള്ള വിഷയം. തിരുവെഴുത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള മാർമിക സത്യങ്ങൾ എന്നുള്ളതാണ് നമ്മളുടെ വിഷയം. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി മുതൽ ആ വിഷയങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ വരുന്ന ദിവസങ്ങളിലും കർത്താവിൻ്റെ ഭൃത്യന്മാരിലൂടെ ഈ വിഷയം തുടർന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ധാരാളമായിട്ട് ഇനി വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരുടെ മേൽ വ്യാപരിപ്പിക്കുകയും ദൈവത്തിൻ്റെ വചനം നമുക്ക് ധാരാളമായിട്ട് നൽകപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ കാതോർക്കുകയും ചെയ്യാം. തിരുവെഴുത്തിൽ അനേക മർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കത്തില്ല. എങ്കിൽ തന്നെയും പ്രധാനപ്പെട്ട മർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതൊരു 18 നമുക്ക് ത്വരിതപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും. അത് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഒന്നാമത്തേത് ദൈവരാജ്യം, സ്വർഗരാജ്യം എന്നുള്ള
ഒരു വലിയ മർമ്മമാണ്. അതിനെക്കുറിച്ച് അല്പമായിട്ടൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലും മർക്കോസ് 4:11 ആ സത്യം നമ്മൾ വായിക്കുന്നുണ്ട്. രണ്ടാമത്, ഇസ്രായേലിൻ്റെ അന്ധത എന്ന് പറയുന്നത് ഒരു മാർമിക വിഷയമാണ്. 3, ക്രിസ്തുവിലുള്ള രക്ഷ എന്നുള്ളത് ഒരു മാർമിക വിഷയമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് ഒരു മാർമിക വിഷയമാണ്. ദൈവിക ഉപദേശങ്ങൾ എന്ന് പറയുന്നത് ഒരു മാർമിക സത്യമാണ്. സുവിശേഷം എന്ന് പറയുന്നത് ഒരു മർമ്മമാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ഞാൻ സുവിശേഷത്തിൻ്റെ മർമ്മം അത് സംസാരിക്കുവാൻ ഞാൻ വായി തുറക്കുമ്പോൾ ആ വചനം എനിക്ക് നൽകപ്പെടേണ്ടതിന് ആ നൽകിയ വചനങ്ങൾ താനത് പ്രസ്താവിച്ചു. അത് തൻ്റെ ജ്ഞാനത്തിൻ്റെ വചനമെന്ന കൃപാവരത്തിലൂടെ നമുക്ക് രേഖയാക്കി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പൗലോസിലൂടെ മാത്രമല്ല, മറ്റ് ദൈവദാസന്മാരിലൂടെയും. അതുപോലെ തന്നെ ജ്ഞാനവരം എന്ന് പറയുന്നത് ഒരു മർമ്മമായിട്ട് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. അന്യഭാഷകൾ എന്ന് പറയുന്നത് മർമ്മമായിട്ട് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അതിത്ര കൃത്യമായിട്ട് ദൈവം നമുക്ക് വെളിപ്പെടുത്തുകയും അത് നമുക്ക് ഗ്രഹിക്കുവാനും കർത്താവ് കൃപ തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അതിനുശേഷം പിന്നെ ഉൽപ്രാവണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് അതൊരു മർമ്മമായിട്ട് ദൈവവചനത്തിൽ പറയുന്നു. അതും ദൈവവചനത്തിൽ കൃത്യമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. 10ാമത്, ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത്, ദൈവഹിതം എന്ന് പറയുന്നത് ഒരു ദൈവിക മർമ്മമായിട്ട് ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. അത് ദൈവം അനുവദിച്ചാൽ നമ്മൾ അല്പമായിട്ടൊന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. 11, സഭ എന്ന് പറയുന്നത് ഒരു മർമ്മമായിട്ട് ദൈവവചനത്തിൽ പറയുന്നു. ക്രിസ്തു ഓരോ വിശ്വാസിയിലും വസിക്കുന്നു എന്നുള്ളത് ഒരു ദൈവിക മർമ്മമായിട്ട് പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ അത് മർമ്മമായിട്ട് പറയുന്നുണ്ട്. അധർമ്മമൂർത്തിയെക്കുറിച്ചുള്ളത് ഒരു മർമ്മമായിട്ട് പറയുന്നുണ്ട്. പിന്നീട് സുവിശേഷത്തിലുള്ള വിശ്വാസം എന്നുള്ളത് അതും ഒരു മർമ്മമായിട്ട് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. 7 നിലവിളക്കുകളെക്കുറിച്ചും നക്ഷത്രത്തെക്കുറിച്ചുമൊക്കെ പറയുന്നത് മർമ്മമായിട്ടാണ് ദൈവവചനത്തിൽ പറയുന്നത്. എന്നാൽ ഇതൊക്കെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വെളിപ്പാടുകളിലൂടെ ദൈവവചനത്തിൽ പുതിയ നിയമത്തിൻ്റെ താളുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാത്താനെ തള്ളിക്കളയുന്നതിലുള്ള ദൈവീക താമസമെന്ന് പറയുന്നത് ഒരു മർമ്മമായിട്ട് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. ഒടുവിലായിട്ട് ബാബിലോണിൻ്റെ മർമ്മം, അതും ഒരു മർമ്മമായിട്ട് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 5-7 വാക്യങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ മർമ്മങ്ങളെക്കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ ജനം വളരെ കൂലങ്കക്ഷമായിട്ട് പഠിക്കേണ്ട വിഷയങ്ങളാണ്. അത് പഠിക്കുവാനും പഠിപ്പിക്കുവാനും കർത്താവ് നമുക്ക് കൃപ തരുന്നു. അങ്ങനെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവം നമുക്ക് അനേക നാളുകളായിട്ട് ഇന്നും നമ്മളുടെ ഇടയിൽ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവരിലൂടെ ദൈവത്തിൻ്റെ വചനം ദൈവജനത്തിൻ്റെ ഹൃദയങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രവർത്തനവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ വായിച്ച ആ വാക്യത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത് ഒരു മർമ്മമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ വായിച്ചിട്ടുണ്ട്. ഇനിയും എഫേസ്യ ലേഖനത്തിൽ ഈ ദൈവഹിതം അല്ലെങ്കിൽ ദൈവഹിതത്തിൻ്റെ മർമ്മത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് 4-5 വാക്യങ്ങൾ, ഈ വാക്യം ഉൾപ്പെടെ ഈ അധ്യായങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ലെങ്കിലും ഞാനതൊന്ന് ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോകാം. 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്ന ഇങ്ങനെയാണ്: അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം എന്ന് നമ്മൾ വായിക്കുന്നു. തിരുഹിതത്തിൻ്റെ പ്രസാദം. അത് കഴിഞ്ഞിട്ട് 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം. ഇനിയും
അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പിന്നെയും അതേ വാക്ക് ആവർത്തിക്കുകയാണ്. അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടതുപോലെ. അത് നമ്മൾ വായിക്കുന്നത് തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ, തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ. അതിനുശേഷം 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് അപ്പോസ്തലനായ പൗലോസ് എത്തിപ്പെടുകയാണ്. 2 വാക്യങ്ങളാണ് പ്രായോഗിക തലത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് 5:17 അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. നിങ്ങൾ ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. അതിനുശേഷം 6-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും അതിൻ്റെ ഒരു പ്രായോഗിക നിർദ്ദേശം നമ്മൾ കാണുന്നുണ്ട്. ദൈവേഷ്ടം മനസ്സോടെ ചെയ്തു. ദൈവേഷ്ടം മനസ്സോടെ ചെയ്തു. അപ്പോൾ ദൈവഹിതം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയും അത് മനസ്സോടെ ചെയ്യുകയും ചെയ്യണമെന്നാണ് ദൈവത്തിൻ്റെ ഹിതം. അതൊരു മർമ്മമായിട്ട് ഇരിക്കുന്നു. ഇനിയും ഇതോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം കൂടെ ഞാൻ എടുത്ത് വായിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ദൈവഹിതത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ഒരു പഠന ക്ലാസ്സായിട്ട് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് ഇന്ന് സാധിക്കുകയില്ല. നമ്മുടെ മുമ്പാകെ വളരെ ചുരുക്കം സമയം മാത്രമേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ ഒരു പുതുവത്സര സന്ദേശമായിട്ട് ഇത് മാറേണ്ടതുള്ളതുകൊണ്ട് അത് രണ്ടും കൂടെ ഇനിയും അക്കമിട്ട് ഓരോന്ന് പറയാനും നിവൃത്തിയില്ലാത്തത് കൊണ്ട് എല്ലാം കൂടെ ഒന്ന് തരപ്പെടുത്തി ഒരു സന്ദേശം നൽകുക എന്നുള്ളത് മാത്രമേ ഇന്ന് രാത്രി ചെയ്യുവാനായിട്ട് നിവൃത്തിയുള്ളൂ. നമ്മൾ പല പ്രിയപ്പെട്ടവർക്കും പല സ്ഥലസഭകളിലേക്ക് ഇനിയും മടങ്ങിപ്പോയി അടുത്ത ഒരു മീറ്റിങ്ങിന് സംബന്ധിക്കേണ്ടതായിട്ടും ഉണ്ടല്ലോ. അപ്പോൾ 143-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം കൂടെ ഇതോടുള്ള ബന്ധത്തിൽ ഒന്ന് വായിച്ചു കേൾക്കാം നമുക്ക്. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. ഒരു വർഷത്തിൻ്റെ ഏതാണ്ട് അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ നമ്മൾക്ക് ഇതേപോലെയുള്ള ദിവസങ്ങളും മാസങ്ങളും അല്ലെങ്കിൽ മണിക്കൂറുകളും ഒക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മൾ ദൈവവചനത്തിൻ്റെ മുമ്പാകെ ആയിരുന്ന് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും ഒന്ന് രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് കർത്താവിന് വേണ്ടി കൂടുതലായിട്ട് ശോഭിക്കത്തക്ക നിലയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുവാനും നമുക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് കർത്താവ് നമുക്കൊരു പുതിയ വർഷം നമുക്ക് തരുന്നു എങ്കിൽ ദൈവസന്നിധിയിൽ ഈ ഒരു വാക്യം നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ വജ്രമുന കൊണ്ട് ഒന്ന് എഴുതുവാനിടയായി തീർന്നാൽ തീർച്ചയായിട്ടും ഇനി വരുന്ന മണിക്കൂറുകളാണോ മാസങ്ങളാണോ വർഷങ്ങളാണോ നമുക്കറിയില്ല. നമ്മുടെ കർത്താവിൻ്റെ വരവ് എത്രയും വേഗം സംഭവിക്കും. നമ്മുടെ ഈ ഭൂമിയിൽ നിന്നുള്ള വേർപാട് അതും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അത് എത്ര നിമിഷമാണെങ്കിലും ദിവസമാണെങ്കിലും മാസമാണെങ്കിലും ഈ ഒരു വാക്യം ഒരു പുതുവത്സര സന്ദേശമായിട്ട് എടുക്കണമേ എന്ന് ഞാൻ വിനയത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ആ വാക്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു. 143-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം, ടീച്ച് മീ ടു ഡു ദൈ വിൽ. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ എന്നുള്ളതിന് അവിടെ ഒരു പ്രായോഗിക അർത്ഥമുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്: നിന്റെ ഇഷ്ടം എനിക്ക് പറഞ്ഞു തരുന്ന ദൈവമാണല്ലോ നീ. മനസ്സിലായല്ലോ? ദാവീദ് പറയുകയാണ്, നിന്റെ ഇഷ്ടം പറഞ്ഞു തരുന്ന ദൈവമാണല്ലോ നീ. അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത
ദൈവത്തിൻ്റെ ഇഷ്ടം പറഞ്ഞ് നമ്മൾക്ക് തരുന്ന, പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് നാം ദിനേന നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ഇരിക്കുന്നത്. കർത്താവിൻ്റെ പൊന്നുമുഖം ദർശിച്ച് ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുന്ന ആലോചനകൾ കേൾക്കുവാൻ വെമ്പൽ കൊള്ളുന്നത്. അതുകൊണ്ടാണല്ലോ ദൈവദാസന്മാരൊക്കെ പാടിയിരിക്കുന്നത്, ദിനമതിൻ തുടസത്തിൻ മനുവേലിൻ മുഖാംബുജം ദർശിച്ച നരന് ഒരു ദുരിതവും വരികയില്ല. ഇന്ന് നമുക്ക് ദുരിതങ്ങളുടെ പ്രളയമാണ്. കാരണം എന്താണ്? കർത്താവിൻ്റെ പൊന്നുമുഖം കാണുവാൻ, തിരുമുഖം കാണുവാൻ, ഈ തിരുവചനം ദർശിക്കുവാൻ, തിരുവചനത്തിലെ ആലോചന എനിക്കുള്ളത് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിച്ചതുപോലെ അത് കണ്ടെത്തി ഭക്ഷിക്കുവാൻ, അത് ലഭിച്ച് പ്രമാണിക്കുവാൻ നമുക്കിടയായി തീരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ദാവീദ് പറയുകയാണ്, പൗലോസ് പറഞ്ഞു, അവൻ്റെ ഹിതം, തിരുഹിതം പുത്രനിലൂടെ നമുക്ക് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. എന്നാൽ ദാവീദ് പഴയ നിയമകാലത്തിലും പറയുകയാണ്, ദൈവമേ നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ, നീ എൻ്റെ ദൈവമാണെന്ന് പറഞ്ഞാൽ നിന്റെ ആലോചന എനിക്ക് പറഞ്ഞു തരുന്ന ദൈവമാണല്ലോ നീ. 63-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, ദൈവമേ അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്നതിന് വേണ്ടി, ദൈവത്തിൻ്റെ ഇഷ്ടം താൻ അറിയുന്നതിന് വേണ്ടി. എന്തിനേറെ പറയണം, തൻ്റെ ജീവിതത്തിൻ്റെ ഒടുവിൽ താൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ആണ്ടുകൾ കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ദൈവവചനത്തിൽ പുതിയ നിയമത്തിൻ്റെ ഏടുകളിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ ദൈവദാസന്മാർ പുതിയ നിയമ സന്ദേശങ്ങൾ നൽകുമ്പോൾ ഈ ഭക്തനായ ദാവീദിനെ ഒന്ന് എടുത്തുകൊണ്ടുവരികയാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ദാവീദ് തൻ്റെ തലമുറയിൽ ഒന്ന് ഏറ്റു പറയാമോ? ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം പിതാക്കന്മാരോട് ചേർന്നു. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പണ്ടൊരിക്കൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത്. ദൈവമേ നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ നിന്റെ ഇഷ്ടം എനിക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവമാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെയും ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ താൻ പറയുകയാണ്, ദൈവം ദാവീദിനെ തെരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ദൈവം തന്നെ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അവൻ എൻ്റെ ഇഷ്ടമെല്ലാം ചെയ്യും, അവൻ എൻ്റെ ഇഷ്ടമെല്ലാം ചെയ്യും, അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമ്മളുടെ നേരെ, നമ്മുടെ ചങ്കിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് എന്നോടും നിങ്ങളോടും കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഹിതം ചെയ്യാൻ നീ തയ്യാറാണോ? എൻ്റെ ഇഷ്ടം ചെയ്യാൻ നീ തയ്യാറാണോ? നിന്റെ ഇഷ്ടമല്ല, നിന്റെ ജഡത്തിൻ്റെ ഇഷ്ടമല്ല, ജാതികളുടെ ഇഷ്ടമല്ല, പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഇഷ്ടമല്ല, ശത്രുക്കളുടെ ഇഷ്ടമല്ല, പിശാചിൻ്റെ ഇഷ്ടമല്ല. കർത്താവ് പറയുകയാണ്, എൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നിനക്ക് മനസ്സുണ്ടോ? പൗലോസിനോട് ചോദിച്ചു, എൻ്റെ ഇഷ്ടം ചെയ്യാൻ മനസ്സുണ്ടോ? എൻ്റെ ഇഷ്ടം ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം. ഇന്ന് രാത്രിയിലും ഈ കൺവെൻഷൻ പന്തലിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുകയാണ്, പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ കുഞ്ഞെ, എൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നിനക്ക് മനസ്സുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്ന വചനമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പന്തലിനുള്ളിൽ നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. ഇന്ന് പകലിലും ഞാൻ കണ്ണുനീരോടെ ദൈവത്തെ സ്തുതിക്കാൻ ഒരു വകയുണ്ട്. ഇന്ന് രാവിലത്തെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് നടന്ന് ഈ പന്തലിന് വെളിയിലേക്ക് പോകുമ്പോൾ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് നടന്നു വന്നിട്ട് പറയുകയാണ്, എൻ്റെ ബ്രദറെ, ഞാൻ എത്രയോ വർഷം എൻ്റെ കർത്താവിന് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുകയായിരുന്നു, എന്നാൽ ഇന്ന് പകലിൽ എൻ്റെ സമയമായെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കും. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ ഉപയോഗിക്കത്തക്ക നിലയിൽ ദൈവവചനം നമ്മളോട് സംസാരിച്ച് നമ്മളെ വേർതിരിച്ച് തൻ്റെ ഹിതം നിറവേറ്റുന്നതിന് വേണ്ടി നമ്മളെ ഉപയോഗിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. പ്രിയമുള്ളവരെ, ദൈവമേ നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ നിന്റെ ഹിതം വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവമാണ്. അത് കഴിഞ്ഞിട്ട് ഈ ദൈവത്തിന് രണ്ടാമത് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ദാവീദ് അത് പറയുകയാണ്, ദൈവമേ നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം
ചെയ്യാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം കൂടെയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം കൂടെയാണ്. പിന്നീട് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ വരാം പുതിയ നിയമത്തിലൂടെ. എന്നാൽ എത്രത്തോളം എനിക്കത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും എന്നെനിക്കറിയുകയില്ല. നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ദൈവം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. തൻ്റെ ജീവിതത്തിലെ ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും, രോഗത്തിൻ്റെ നടുവിലും, കഷ്ടതയുടെ നടുവിലും, വേദനയുടെ നടുവിലും ദൈവം തന്നെക്കുറിച്ച് ഉദ്ദേശിച്ച കാര്യങ്ങൾ നിവർത്തീകരിക്കുവാൻ തന്നെ ശക്തിപ്പെടുത്തിയ ഒരു ദൈവമുണ്ട്. എത്രയോ ബലഹീനതയിലൂടെ താൻ നടന്നകന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ. അവിടെയെല്ലാം ദൈവസന്നിധിയിൽ താൻ മുട്ടുമുടക്കിയപ്പോൾ തനിക്ക് ലഭിച്ച ഒരു ശക്തിയുണ്ട്. ആ ശക്തി തൻ്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി തന്നെ പ്രയോജനപ്പെടുത്തുവാൻ ഇടയായി തീർന്നു എന്നുള്ളത് എത്രയോ വാസ്തവമാണ്. ദാവീദ് പ്രാർത്ഥിക്കുന്ന എന്താണെന്ന് അറിയാമോ? ദൈവമേ, നിന്റെ ഹിതം എന്നെ പഠിപ്പിക്കണമേ എന്നല്ല, ദൈവമേ നിന്റെ ഹിതം എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്നല്ല. പിന്നെ എന്താ താൻ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ നിന്റെ ഇഷ്ടം. ഒന്ന് ചേർന്ന് പറയാമോ? ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഇന്ന് ബ്രദറുകാരായിരിക്കുന്ന നമ്മൾ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന തന്നെയാണത്. ദൈവഹിതം എന്തൊക്കെയാണെന്ന് ഞാൻ ഈ പറയാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കെല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം എന്തൊക്കെയാണ് ദൈവഹിതം. ദൈവഹിതം എന്നുള്ള വാക്ക് ദൈവവചനത്തിൽ എത്ര പ്രാവശ്യമുണ്ട്, പഴയ നിയമത്തിൽ എത്ര പ്രാവശ്യം, പുതിയ നിയമത്തിൽ എത്ര പ്രാവശ്യം, ഇതെല്ലാം നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നവരാണ് നാം. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ നമുക്കങ്ങോട്ട് മനസ്സ് വരുന്നില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമുക്കങ്ങോട്ട് മനസ്സ് വരുന്നില്ല. ദാവീദിൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു അവസരം ഉണ്ടായി പ്രിയമുള്ളവരെ. അപ്പോൾ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ തൻ്റെ ജഡത്തിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് താൻ അല്പം ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും ഒന്ന് മാറിയപ്പോൾ തന്നെ കഷ്ടതയിലൂടെ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. 119 സങ്കീർത്തനത്തിൽ ദാവീദായിരിക്കണം, ഞാൻ അത് വിശ്വസിക്കുന്നു. ദാവീദ് പറയുകയാണ്, ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി, ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി, അതെനിക്ക് പ്രയോജനമായി. എന്താ കാരണം? നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ എനിക്കിടയായി തീർന്നു. നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ. എന്താ അതിൻ്റെ അർത്ഥം? നിന്റെ ഹിതം നിറവേറ്റുന്നതിന് വേണ്ടി നീ എനിക്ക് വെച്ചിരിക്കുന്ന ആ ട്രാക്കിലേക്ക്, ആ ഒരു പാതയിലേക്ക് എനിക്ക് മടങ്ങി വന്ന് നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എനിക്കിടയായി തീർന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് നാം വെളിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്നതിന് വേണ്ടി ദൈവിക പാതയിലേക്ക്, ദൈവിക ചട്ടങ്ങളിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ടുവരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ നമ്മളോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇടയായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാനിങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അല്പം ചില വിശദീകരണങ്ങളിലൂടെ ഒന്ന് തരേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ ഹിതം എന്നാൽ എന്ത്? ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷനായിട്ട്, ഒരു നിർവചനമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. എങ്കിലും ഞാനൊരു 7-8 പോയിന്റ് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ ഹിതമെന്ന്? അത് ഓരോ വാക്കുകൾ നമ്മൾ ഒന്ന് ചിന്തിച്ച് വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ദൈവത്തിൻ്റെ, അതായത് ഗോഡ്സ് പേഴ്സണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതാണ് ദൈവത്തിൻ്റെ ഹിതം. അതായത് ദൈവത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള, പേഴ്സണലായിട്ടുള്ള പ്രാധാന്യങ്ങൾക്കാണ് ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത്. അനേക വാക്യങ്ങളുണ്ട്. ഒരു വാക്യം ഞാൻ പറയാം. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. വാക്യങ്ങളൊക്കെ നമുക്ക് കാണാതറിയാമല്ലോ. ഞാൻ പറയുമ്പോൾ തന്നെ എന്നോടൊപ്പം ഒന്ന് ഉരുവിട്ടുകൊള്ളുക. കഴിഞ്ഞ രാത്രികളിലും നമ്മൾക്കത് കേൾക്കാനായിട്ടിടയായി തീർന്നു. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ചോദ്യം ചെയ്യുവാൻ നമ്മൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞാൽ, ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന് തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറി ക്രൂസിൽ തകർത്ത് കളഞ്ഞുകൊണ്ട് എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ
ദൈവത്തിന് പ്രസാദം തോന്നി എന്നുള്ളതാണ്. അങ്ങനെ രക്ഷിക്കപ്പെടുവാൻ, കൃപയാൽ രക്ഷിക്കപ്പെടുവാൻ, അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെടുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയായി തീർന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു, ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, എന്നെ ആ നിലയിൽ തിരഞ്ഞെടുക്കുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നിയതിനായി ദൈവമേ സ്തോത്രം എന്ന് നമുക്ക് പറയാനായിട്ട് ഇടയായി തീരും. 2, ദൈവത്തിൻ്റെ പ്രയോറിറ്റീസ് അല്ലെങ്കിൽ ഗോഡ്സ് പ്രയോറിറ്റീസ്, ദൈവത്തിൻ്റെ മുൻഗണനകളാണ് ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത്. ഇതൊന്നും എനിക്ക് വിശദീകരിക്കാൻ നിർവാഹമില്ല. അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ്, അതായത് സ്വഭാവ ഗുണ വിശേഷണങ്ങളാണ് ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ തിരുവചനത്തിൻ്റെ ഓരോ ഏടുകളും പേജുകളും ഒക്കെ നമ്മൾ വായിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരിക്കൽ ലോത്തിനെ രക്ഷിക്കുവാൻ ദൈവത്തിന് ഹിതമായി തീർന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ കൃത്യമായിട്ട് ലോത്തിനോട് പറഞ്ഞു, നീ വേഗം ഓടിക്കണം, ഞാൻ ഈ കാണിക്കുന്ന അല്ലെങ്കിൽ ആ പർവ്വതത്തിലേക്ക് നീ ഓടിപ്പോകണം. ലോത്ത് പറയുകയാണ്, എനിക്ക് അവിടെ വരെ ഓടാനായിട്ട് എനിക്ക് നിർവാഹമില്ല. ഞാൻ ഈ പർവ്വതത്തിൽ ഈ സ്ഥലത്ത് വരെ, അതെനിക്ക് അടുത്താണ്, ഞാൻ അവിടേക്ക് പോയിക്കൊള്ളട്ടെ. ദൈവത്തിൻ്റെ ഹിതം ഞാൻ കാണിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആ പർവ്വതത്തിലേക്ക് പോകണമെന്നാണ്. പക്ഷെ ലോത്ത് പറയുകയാണ്, എനിക്ക് അവിടെ വരെ പോകാനായിട്ട് നിർവാഹമില്ല. ആ ദൈവം പറയുന്ന ഒരു വാക്കുണ്ട് പ്രിയമുള്ളവരെ, ഈ കാര്യത്തിലും ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. അത് നമ്മളോടുള്ള ബന്ധത്തിലും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ഇനി കൂടുതൽ കാര്യങ്ങൾ അവിടെ വിശദീകരിക്കുന്നില്ല. പിന്നീട് ഞാനത് ഒന്ന് സൂചിപ്പിച്ച് പിന്നെയും ഞാൻ മുന്നോട്ട് വരുന്നതായിരിക്കും. ദൈവത്തിൻ്റെ മനസ്സാണ് ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയുന്നത്. ഗോഡ്സ് മൈൻഡ്. ദൈവഹിതം അറിയുക, ദൈവഹിതം ആരായുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ അറിയുക എന്നുള്ളതാണ്. അവൻ്റെ മനസ്സ് അറിഞ്ഞവൻ ആർ? അവൻ്റെ മനസ്സറിഞ്ഞവൻ ആർ? ആരാ അവൻ്റെ മനസ്സറിഞ്ഞത്? അവൻ്റെ മനസ്സ് വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ തിരുവെഴുത്ത്, തിരുവചനം. 66 പുസ്തകങ്ങളിലൂടെ ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സറിയണമെങ്കിൽ ഈ തിരുവെഴുത്ത് വായിച്ചാൽ മതി. കാലം കണ്ട കരുത്തേറിയ സന്ദേശത്തിൻ്റെ കലവറയായിരിക്കുന്ന ഈ തിരുവെഴുത്ത് വായിച്ച ഓരോ വ്യക്തികളും അവരാരും നശിച്ചു പോയിട്ടില്ല. അവരെല്ലാം ദൈവത്തിൻ്റെ ഹിതം നിറവേറുവാൻ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഷണ്ണൻ ചോദിക്കുക, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ മനസ്സ് ആ ഫിലിപ്പോസ് തന്നെ വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് തുറന്ന് നമുക്ക് തന്നിരിക്കുന്ന ഈ ദൈവവചനത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ദൈവത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത്. ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 7:11 നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു, അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു എന്ന് പറഞ്ഞാൽ എന്നെ സ്വന്തമാക്കുന്നതിന് വേണ്ടി, എന്നെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി, അവൻ്റെ സ്വന്തമാക്കി എന്നെ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നെ പൂർണ്ണമായിട്ട് അവൻ ഏറ്റെടുക്കുവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നമ്മളെ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ ഉപയോഗിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ പർപ്പസ്, ദൈവിക ലക്ഷ്യങ്ങളാണ് ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത്. ദൈവിക ലക്ഷ്യങ്ങളാണ് ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ദൈവിക വിചാരങ്ങളാണ്, ഗോഡ്സ് തോട്ട്സ്, ദൈവിക വിചാരങ്ങളാണ് ദൈവഹിതം എന്ന് പറയുന്നത്. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, എൻ്റെ വിചാരങ്ങൾ, എൻ്റെ തോട്ട്സ് അത് നിങ്ങളുടെ വിചാരങ്ങളല്ല, അത് വളരെ വ്യത്യസ്തമായിരിക്കും. ദൈവത്തിൻ്റെ വിചാരങ്ങൾ, എന്നെക്കുറിച്ചുള്ള അവിടുത്തെ വിചാരങ്ങൾ അത് എണ്ണമറ്റതാണ്. അത് നോക്കിക്കേ, ദൈവവചനത്തിൻ്റെ ഓരോ പേജുകളിലും അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗോഡ്സ് കൗൺസിൽസ്, അതാണ് ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആലോചനയാണ് ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത്. ദാവീദിനെ കുറിച്ച് അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവം അരുളി ചെയ്ത, ദൈവം തിരുവായി മൊഴിഞ്ഞു പറഞ്ഞ ആ വാക്കുകൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ദൈവമേ നീ എനിക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവേ ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ, അതിനായിട്ട് എന്നെ തന്നെ
കംപ്ലീറ്റ് പരിപൂർണമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ആ ഉപദേശ സത്യങ്ങൾ അവിടെ ഞാൻ തൽക്കാലം വിട പറഞ്ഞിട്ട് അതിൻ്റെ പ്രായോഗിക വശത്തിലേക്ക് ഞാൻ മടങ്ങി വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹിതം രണ്ട് രീതിയിലാണ് നമ്മൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതം രണ്ട് രീതിയിലാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഒന്ന്, സമ്പൂർണ്ണ ദൈവഹിതം, അതായത് പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതം. അതിന് ഡയറക്റ്റ് വിൽ ഓഫ് ഗോഡ് എന്ന് പറയാം, സോവറിൻ വിൽ എന്ന് പറയാം, ഗോഡ്സ് വിൽ ഓഫ് ഡിക്രി എന്ന് പറയാം. അങ്ങനെ പല വാക്കുകളിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സമ്പൂർണ്ണ ദൈവഹിതം, ദൈവത്തിൻ്റെ വചനം മുഴുവനും സമ്പൂർണ്ണ ദൈവഹിതത്താൽ നിറഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തുന്ന രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് അനുവദനീയ ദൈവഹിതം, അതായത് പെർമിസീവ് വിൽ ഓഫ് ഗാഡ്, അനുവദനീയ ദൈവത്തിൻ്റെ ഹിതം. ഈ രണ്ട് തലത്തിലും നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ദൈവഹിതം എന്താണെന്നാണ്, അനുവദനീയ ദൈവഹിതം എന്താണെന്നല്ല നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് നിങ്ങൾ ഗ്രഹിക്കണം. ബുദ്ധിഹീനരാകരുത്. നിങ്ങൾ ബുദ്ധിഹീനരായിക്കഴിഞ്ഞാൽ നിങ്ങൾ കർത്താവിൻ്റെ സമ്പൂർണ്ണ ഹിതത്തിൽ നിന്ന് വെളിയിലേക്ക് വന്ന് അനുവദനീയമായ ദൈവഹിതത്തിലൂടെ യാത്ര ചെയ്യാൻ ഇടയായി തീരും. അപ്പോൾ ഞാൻ വളരെ പെട്ടെന്നൊന്ന് പറയാം, എന്താണ് ഈ സമ്പൂർണ്ണ ദൈവഹിതം എന്ന് പറയുന്നത്? അത് പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് ആണ്. അത് തികഞ്ഞതാണ്, അത് തികവുള്ളതാണ്. 19-ാം സങ്കീർത്തനത്തിൽ നമ്മളത് വായിക്കുന്നു, ദൈവത്തിൻ്റെ വചനം തികവുള്ളത് എന്നാണ് വായിക്കുന്നത്. അത് പെർഫെക്റ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ദൈവം അതിലാണ് പ്രസാദിക്കുന്നത്. നമ്മൾ സമ്പൂർണ്ണ ഹിതം നിറവേറ്റുമ്പോൾ ദൈവം അതിലാണ് പ്രസാദിക്കുന്നത്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഗാഡ് വിൽ ബി വിത്ത് അസ് ഓൾ ദ ടൈം. ദൈവം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എങ്ങനെ ഉണ്ടായിരിക്കും? കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും, കർത്താവിൻ്റെ കൈ നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. നമ്മൾ ഏത് പ്രയാസവേളകളിലും നമ്മളോട് കൂടെ നിന്ന്, പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, കർത്താവിൻ്റെ ദൂതൻ, കർത്താവ് എന്നോട് ആ രാത്രിയിൽ എന്നോട് കൂടെ നിന്ന് എന്നോട് സംസാരിച്ചു, എന്നെ ശക്തിപ്പെടുത്തി. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ ഇടയായി തീർന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എത്ര അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ഇന്ന് രാത്രിയിൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കിക്കേ. ഞാൻ സമ്പൂർണ്ണ ദൈവഹിതത്തിലൂടെയാണോ ഞാൻ മുന്നോട്ട് പോകുന്നത്, അതോ ഞാൻ പെർമിസീവ് വില്ലിലൂടെയാണോ, അനുവദനീയ ദൈവഹിതത്തിലൂടെയാണോ? അടുത്ത പ്രത്യേകത, സമ്പൂർണ്ണ ദൈവഹിതത്തിൻ്റെ പ്രത്യേകത, നമ്മൾ സമ്പൂർണ്ണ ദൈവഹിതത്തിലൂടെ പോകുമ്പോൾ നമുക്ക് കഷ്ടതയോ വേദനയോ പ്രയാസമോ ദുഃഖമോ ഒക്കെ നമുക്കുണ്ടായിരിക്കാം. പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, കർത്താവ് നമ്മളോട് പറയും, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി. അത് അനുവദനീയ ദൈവഹിതത്തിലൂടെ പോകുമ്പോൾ കൂടുതൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയില്ല. പലപ്പോഴും നമ്മൾ പിന്മാറിപ്പോകുന്നതിൻ്റെ കാരണം, പിറുപിറുക്കുന്നതിൻ്റെ കാരണം, നമ്മൾ തളടിയ അല്ലെങ്കിൽ തകർന്നു പോകുന്നതിൻ്റെ കാരണം അവിടെയാണ്. പലപ്പോഴും നമ്മൾക്ക് ഒരു ശുശ്രൂഷ പോലും ചെയ്യാനാവാതെ നമ്മൾ പതറിപ്പോകുന്ന നിമിഷങ്ങളുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഞാൻ ആ പെർഫെക്റ്റ് വില്ലിൽ നിന്നും, ആ സമ്പൂർണ്ണ ദൈവഹിതത്തിൽ നിന്നും ഞാൻ അനുവദനീയമായ ദൈവഹിതത്തിലേക്ക് വരുന്നത് കൊണ്ടാണ്. വിഷയം അല്പം കട്ടിയാണ്, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും എന്ത് കഷ്ടത വന്നാലും അത് അനുഭവിക്കുവാൻ, അത് ധൈര്യത്തോടെ ദൈവകൃപയോടെ അത് നേരിടുവാനായിട്ട് നമുക്കിടയായി തീരും. പൗലോസിനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. പർദീസയിൽ വെച്ച, 3-ാം സ്വർഗത്തിൽ വെച്ചാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോസ്തലനായ പൗൽ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. കർത്താവ് 3 പ്രാവശ്യവും പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുക. എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ് തന്നെ വിടുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള വാക്യമാണ് എന്നെ സന്തോഷിപ്പിച്ചത്. ഞാൻ എൻ്റെ ബലഹീനതയിൽ എന്ന് പറഞ്ഞേ, ഞാൻ എൻ്റെ ബലഹീനതയിൽ സന്തോഷത്തോടെ പ്രശംസിക്കും എന്ന് പറഞ്ഞാൽ, നീ കഷ്ടമനുഭവിക്കുന്നത്, നിന്റെ ജഡത്തിലെ ശൂലം, നിന്റെ വേദന, നിന്റെ ദുഃഖം, അത് നിന്റെ ജീവിതത്തിൽ എന്നേക്കുമായിട്ട് ഞാൻ തന്നതാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ എൻ്റെ ബലഹീനതകളിൽ സന്തോഷത്തോടെ പ്രശംസിക്കും. ഇത് പറയാൻ ധൈര്യമുള്ള എത്ര ദൈവജനമുണ്ട്. സ്തോത്രം പറയാനിടയായി തീരണം. ദൈവം എനിക്ക് തന്ന രോഗം, ദൈവം എനിക്ക് തന്ന ശൂലം,
ദൈവം എനിക്ക് തന്ന കഷ്ടത അത് ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതത്തിലാണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയാനിടയായി തീരണം. അനുവദനീയമായ ദൈവത്തിന്റെ ഹിതത്തിലൂടെയാണെങ്കിൽ ഒരു പക്ഷെങ്കിൽ അതിന് വേറെ ചില പ്രശ്നങ്ങളൂടെ ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനിയും ഈ സമ്പൂർണ്ണ ദൈവഹിതത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കൺട്രോൾ എനിക്കുണ്ടായിരിക്കും, ദൈവത്തിൻ്റെ നിയന്ത്രണം എനിക്കുണ്ടായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ചിതറിപ്പോയ വിശ്വാസികൾ യെരുശലേം സഭയിൽ നിന്നും അവർ ചിതറിപ്പോയി അനേക സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്, കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. അവർ പോയ ഇടങ്ങളിലെല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കുന്നത് പോലെ അനേക ദൈവമക്കളെ അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം, സഭകൾ ഉളവാകുവാൻ അത് മുഖാന്തരമായി തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ദൈവനാമത്തിൻ്റെ മഹത്വമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രിയമുള്ളവരെ, ലോത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പറയുന്ന ആ സ്ഥലത്തേക്ക് നീ പോവുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം എന്തായിരുന്നെന്നറിയാമോ? നിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയാലും ആ സ്ഥലം കാണത്തില്ലായിരുന്നു. പക്ഷെ നീ പറഞ്ഞ ആ സ്ഥലമുണ്ടല്ലോ, തിരിഞ്ഞു നോക്കിയാൽ ആ സ്ഥലം കാണാം. നോക്കിയേ, ദൈവത്തിന്റെ ഇഷ്ടം നോക്കിയേ. ദൈവം പറഞ്ഞത്, ഞാൻ പറഞ്ഞ സ്ഥലത്ത് കൂടെ നീ പോകണം. അപ്പോൾ അനുവദനീയമായ, അതായത് നീ പറഞ്ഞ പൊക്കോ, നീ പറഞ്ഞ സ്ഥലത്തൂടെ തന്നെ പൊക്കോ. അതാണ് ദൈവത്തിന്റെ അനുവദനീയമായ ദൈവഹിതം. എന്താണ് അതിന്റെ ഒന്നാമത്തെ പ്രശ്നം? യു ഷുഡ് പേ ദ കോൺസിക്വൻസസ്. അതിന്റെ പരിണിത ഫലം, യു ഷുഡ് സഫർ. അതിന്റെ പരിണിത ഫലം ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും. ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, പെർഫെക്റ്റ് വില്ലിലൂടെ യാത്ര ചെയ്യുന്നത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ അനുവദനീയമായ ദൈവഹിതത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിന് നല്ല ബെസ്റ്റ് ഒരു ഉദാഹരണമാണ് ബിലെയാമിനെ കുറിച്ച്. ബിലെയാം ദൈവസന്നിധിയിലേക്ക് വരികയാണ്. ഞാൻ പോകണോ? പോകണ്ട. അതാണ് സമ്പൂർണ്ണ ദൈവഹിതം. രണ്ടാമതും വന്നു, ദൈവസന്നിധിയിലേക്ക് താൻ കടന്നു വരികയാണ്. ചോദിക്കുകയാണ് ദൈവത്തോട്, ഞാൻ പോകട്ടെ? താൻ വന്നതല്ലേ തെറ്റ്? രണ്ടാമത് താൻ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? താൻ വന്നപ്പോൾ ദൈവം പറഞ്ഞു, പൊക്കോ. എന്തെല്ലാം പരിണിത ഫലങ്ങൾ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്പൂർണ്ണ ദൈവഹിതത്തിലൂടെ ഇതെല്ലാം മർമ്മമായിട്ട് ശേഷിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോയാൽ ഒരുപക്ഷെങ്കിൽ തെറ്റിപ്പോകാനും അല്ലെങ്കിൽ ദൈവഹിതം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെയും വരാം. എന്നാൽ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളിലൂടെ നമുക്ക് ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനായിട്ടിടയായി തീരും. ഒരു വലിയൊരു ഭയപ്പെടുത്തുന്ന ഒരു സത്യം കൂടെ ഞാൻ ഓർപ്പിച്ച് മുന്നോട്ട് പോകാം. യോഹന്നാൻ സ്നാപകൻ കർത്താവിന്റെ മുന്നോടിയായിട്ട് ഓടി തന്നെ പിടിച്ച് കാരാഗൃഹത്തിലാക്കി. ശിഷ്യന്മാർ വന്ന് പറയുകയാണ്, ഇതാ യോഹന്നാൻ സ്നാപകനെ തടവിലാക്കിയിരിക്കുന്നു. എന്തായിരുന്നു കർത്താവിന്റെ മറുപടി? എന്തായിരുന്നു കർത്താവിന്റെ പ്രതികരണം? വളരെ ഭയത്തോടെ നമ്മൾ ഓർക്കണം. എന്തായിരുന്നു കർത്താവിന്റെ പ്രതികരണം? ഇത്ര മാത്രമേ ഉള്ളൂ, കർത്താവ് സൈലന്റായി. കർത്താവ് സൈലന്റായി. അത് കഴിഞ്ഞിട്ട് യോഹന്നാൻ ചോദിക്കുന്നുണ്ട്, വരുവാനുള്ളവൻ നീയോ? വരുവാനുള്ളവൻ നീയോ? എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളുടെ ഉള്ളിൽ സംശയങ്ങൾ ഉടലെടുക്കുന്നത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഇത് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത് നമുക്ക് ഭയമുളവാകുന്നതിന് വേണ്ടിയാണ് പ്രിയമുള്ളവരെ, നമ്മുടെ സ്ഥിരീകരണത്തിന് വേണ്ടിയാണ്. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ പ്രിയമുള്ളവരെ, ഇതൊക്കെ പൂർണ്ണമായിട്ട് ഒന്ന് മനസ്സിലാക്കുവാൻ. ദൈവം അബ്രഹാമിനെ വിളിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ ദൈവം ഇറങ്ങിത്തിരിച്ചു അബ്രഹാമിൻ്റെ കൂടെ. അബ്രഹാം യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ താൻ ഹാരാനിൽ താൻ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ താൻ കൂടാരമടിച്ചു എന്ന് വായിക്കുന്നുണ്ട്. താൻ കൂടാരമടിക്കാനല്ല, അല്ലെങ്കിൽ താൻ അവിടെ പാർക്കാനല്ല തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് ആ 12-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നത്, അപ്പോൾ ദൈവം അബ്രഹാമിനെ വിളിച്ചു, അപ്പോൾ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. എന്താ ആ അപ്പോൾ എന്നുള്ളതിന്റെ പ്രത്യേകത? ഒറ്റ കാര്യമേ ഉള്ളൂ, തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. എന്തിന് ഹാരാനിൽ താൻ പാർപ്പുറപ്പിച്ചു എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ടായിരുന്നു. ആ കാരണം അവിടെ തീരുമ്പോൾ ദൈവം സംസാരിക്കാൻ തുടങ്ങി. എന്താ കുഴപ്പം? അനുവദനീയമായ ദൈവഹിതത്തിലൂടെ അത് അബ്രഹാമായിരുന്നാലും ആരായിരുന്നാലും യാത്ര ചെയ്തു കഴിഞ്ഞാൽ ദൈവം കൂടെ ഉണ്ടാകും. പക്ഷേ ഹി വിൽ ബിക്കം സൈലന്റ്. താൻ നിശബ്ദനായിരിക്കും, സംസാരിക്കുകയല്ല. വേദപഠിതാക്കൾ പറയുന്നത് ഏതാണ്ട് 5 വർഷം ദൈവം അബ്രഹാമിനോട് സംസാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ
സംസാരിക്കുന്നില്ല, സൈലന്റായി. ദൈവത്തിനൊന്നും സംസാരിക്കാനില്ല, ഒന്നും സംസാരിക്കാനില്ല. എൻ്റെ ദൈവജന, എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നമ്മൾ അനേക ദൈവവചനങ്ങൾ കേൾക്കുമ്പോഴും, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമ്മൾ കേൾക്കുമ്പോഴും, ദൈവത്തിൻ്റെ ആ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോഴും, ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തോട് സംസാരിക്കുന്നില്ലെങ്കിൽ വചനത്തിന് കുഴപ്പമുണ്ടായിട്ടല്ല, ഞാൻ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതത്തിന് വെളിയിൽ അനുവദനീയമായ ദൈവഹിതത്തിലൂടെ ഞാൻ യാത്ര ചെയ്യുന്നത് കൊണ്ടാണ്. മടങ്ങി വരണം പ്രിയമുള്ളവരെ, മടങ്ങി വരണം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ, ദൈവമേ നിന്റെ ആ സമ്പൂർണ്ണ ഹിതത്തിലേക്ക് എന്നെ അവിടുന്ന് മടക്കിക്കൊണ്ടുവരണമേ എന്ന് പറയുവാൻ. മറ്റൊരു സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞ ഒരു വാക്കുണ്ട്, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. എന്താ അതിൻ്റെ അർത്ഥം? The Lord will fulfill His purpose in me. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം എന്നിൽ നിറവേറും എന്ന് പറഞ്ഞാൽ ഞാൻ മടങ്ങി വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ തെറ്റിനെ പശ്ചാത്തപിച്ച് അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഞാൻ മടങ്ങി വന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെ ഏത് വിധേനയും തകർത്ത് നമ്മളെ ഉപയോഗിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്കറിയാം, ബൈബിളിൻ്റെ ഓരോ പേജുകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, എസ്തേർ ബാലിക അനാഥയായി. 2 ശവങ്ങൾ, ഒന്ന് തൻ്റെ അപ്പൻ്റെ, 2 തൻ്റെ അമ്മയുടെ. എന്തിന് എസ്തേർ ബാലിക അനാഥയായി എന്ന് ചോദിച്ചാൽ, ഇന്ന് നമുക്കറിയാം അതിലൂടെ ദൈവത്തിൻ്റെ ഹിതം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. ഒരുപക്ഷെങ്കിൽ ആ കുഞ്ഞ് ആ ശവശരീരത്തിൻ്റെ മുമ്പിൽ അലമുറയിട്ട് നിലവിളിക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ ചുറ്റുപാടും കൂടിയിരുന്നവരൊക്കെ പറഞ്ഞു കാണും, അയ്യോ ഇതുപോലെ ഒരു ഹതഭാഗ്യ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് വേദനയും പ്രയാസവും കഷ്ടതയും തന്ന് ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതത്തിലേക്ക് തൻ്റെ ചിറ്റപ്പൻ തന്നെ എടുത്തു വളർത്തി, അത് കഴിഞ്ഞിട്ട് ഇസ്രായേലിന് വലിയൊരു രക്ഷ ലഭിക്കുന്നതിന് അത് കാരണമായി തീർന്നു എങ്കിൽ, അങ്ങനെ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തിന്? രൂത്തിൻ്റെ ചരിത്രം നമുക്ക് കൃത്യമായിട്ട് അറിയാം. 3 ശവങ്ങൾ, 2 അല്ല 3 ശവങ്ങൾ. എന്തിന്? ആ കുടുംബത്തിലെ ആണുങ്ങളെല്ലാം മാറ്റപ്പെടുന്നു. നമുക്കറിയാം, നവോമി, രൂത്ത്, അതിലൂടെ കർത്താവിൻ്റെ തലമുറ, ദാവീദ്, നമ്മുടെ കർത്താവിൻ്റെ തലമുറ. ദൈവത്തിൻ്റെ ഹിതം എങ്ങനെയാ ദൈവം വെളിപ്പെടുത്തുന്നത്? പലപ്പോഴും ദൈവത്തോട് നമ്മൾ ചോദിക്കാറില്ലേ, എന്തുകൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? ഇത്രയധികം കഷ്ടതകൾ എന്തുകൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ തരുന്നു? ഒരുപക്ഷെങ്കിൽ ഇന്നിൻ്റെ നാളുകളിൽ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കത്തില്ല, മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. പ്രിയമുള്ളവരെ, പാട്ടുകാരൻ ദൈവദാസൻ പാടിയതുപോലെ, അങ്ങേ കരയിൽ ചെല്ലുമ്പോൾ ഒരുപക്ഷെങ്കിൽ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ടിടയായി തീരും. എന്നാൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അത് തിരിച്ചറിയുവാൻ നമുക്കിടയായി തീർന്നാൽ അതിന് മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടണം. മനസ്സ് പുതുക്കി ദൈവവചനത്തോട് താതാമ്യപ്പെടുമ്പോൾ, ദൈവവചനം എൻ്റെ ഉള്ളിലേക്ക് വന്ന് അത് ക്രിയ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതത്തിലേക്ക് നമുക്ക് വരാനായിട്ട് ഇടയായി തീരും. യോബിനെ കൊണ്ടുവന്ന് യോബിനെ ഒന്ന് ചിന്തിച്ചേ പ്രിയമുള്ളവരെ. 2 അല്ല 3 അല്ല, എത്ര ശവങ്ങൾ? 10 ശവപ്പെട്ടികൾ. എന്തിനാ യോബിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കഷ്ടത ചെയ്തത്? താൻ പറയുക, സർവശക്തൻ അവൻ മുറിക്കുന്നവൻ, മുറിവ് കെട്ടുന്നവൻ. ഇനിയും ആ കെട്ടിവെച്ചിരിക്കുന്ന മുറിവ് ചതയ്ക്കുന്ന ദൈവമാ. എന്തിനു വേണ്ടി? യോബിന്റെ ജീവിതത്തിലൂടെ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെങ്കിൽ ഞാനും നിങ്ങൾ നോക്കുമ്പോൾ യോബിന് ഒരു കുഴപ്പമില്ല, ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി. എന്നാൽ ദൈവം അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായ ദൈവം നോക്കുമ്പോൾ 42-ാം അധ്യായത്തിൽ യോബ് മറുപടി പറഞ്ഞു, വാ തുറന്ന് മറുപടി പറഞ്ഞു, ഈ കർത്താവിനെ, ഈ ദൈവത്തെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ വ്യക്തമായിട്ട് കാണുന്നു, എനിക്കറിയാം ആ കർത്താവിനെ. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ കർത്താവിനെ ഒന്ന് അടുത്തറിയുവാൻ, ഒന്ന് അനുഭവിച്ചറിയുവാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്ന ഏതുവിധ കഷ്ടങ്ങളായിരുന്നാലും പിറുപിറുക്കാതെ, മറുതലിക്കാതെ ദൈവഹിതത്തിന് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നാൽ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ എത്രയോ പേർ, എത്രയോ സഹോദരന്മാർ, സഹോദരിമാർ, നമ്മളുടെ പ്രിയപ്പെട്ടവർ
എന്തെല്ലാം വേദനകളിലൂടെ, കഷ്ടതകളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു, അതിലേറ്റവും കൂടുതൽ കർത്താവിന് വേണ്ടി ശോഭിച്ച ദൈവദാസന്മാരുടെ ജീവിതത്തിലാണ് ദൈവം അത്രമാത്രം കഷ്ടതകളും വേദനകളും കൊടുത്തത്. ദൈവം നമ്മളെ തകർത്ത് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. പൗലോസ് പറഞ്ഞ ഒരു വാക്കുണ്ട്, 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ, എനിക്ക് ക്രിസ്തുവിലൊരു മനുഷ്യനെ അറിയാം, അവൻ 14 സംവത്സരം മുമ്പ് അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. 14 സംവത്സരം മുമ്പ്. അത് താൻ തർസോസിലായിരിക്കുന്ന ഒരു സമയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തനിക്കൊരു രോഗമുണ്ടായിരുന്നു. എന്താണ് രോഗമെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയത്തില്ല, അത് മറച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ പറയുന്ന ഒരു വാചകമുണ്ട്, ഞാൻ നിങ്ങളുടെ അടുക്കൽ കർത്താവിൻ്റെ വചനം പറയാനായിട്ട് വന്നപ്പോൾ നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ. വാക്കോർത്തിരിക്കണം, നിങ്ങൾ എന്നെ കാണുമ്പോൾ, ഒരു ദൈവദാസനായി എന്നെ കാണുമ്പോൾ നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ. വെറുപ്പുളവാകുന്ന രോഗം, നിന്നയുളവാകുന്ന ഒരു രോഗം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദൈവദൂതനെ പോലെ നിങ്ങൾ എന്നെ കൈക്കൊണ്ടു. ഞാൻ പലപ്പോഴും ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ കണ്ണുനീരോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ കർത്താവേ, നീ തന്ന കഷ്ടതകൾ അത് സാരമില്ല കർത്താവേ. പൗലോസിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസ് പറയുക, എന്നെ കണ്ടാൽ നിന്നെ ഉളവാകുന്ന ഒരു രോഗമുണ്ടായിരുന്നു, അറപ്പുളവാകുന്ന ഒരു രോഗമുണ്ടായിരുന്നു. പൗലോസ് ഭാരപ്പെട്ട നിമിഷങ്ങളുണ്ടായിരുന്നു. താൻ 3 വട്ടം ദൈവത്തോട് അപേക്ഷിച്ചു. 3-ാം സ്വർഗത്തോളം കൊണ്ടുപോയി തന്നെ ശക്തിപ്പെടുത്തി. പിന്നെയും ആ വേദനയിലേക്ക് ഇട്ട ദൈവമാണ് എൻ്റെ ദൈവം. മറക്കരുത്, അതാണ് ദൈവത്തിൻ്റെ ആ സമ്പൂർണ്ണ ഹിതമെന്ന് പറയുന്നത്. അങ്ങനെ വേല ചെയ്തവരുടെ ഫലമാണ് പ്രിയമുള്ളവരെ 2, 3, 4 തലമുറകൾ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്നിൻ്റെ നാളുകളിലും നമുക്ക് പ്രതികൂലങ്ങളും അക്രമങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, നമ്മുടെ ദേശത്ത് വരുമ്പോൾ മനസ്സിലാക്കിക്കോണം, ദൈവം നമ്മളെ ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. ദൈവം നമ്മളെ തകർത്ത് ഉപയോഗിക്കാനായിട്ട് പോവുകയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ എപ്പഫ്രാസ് പ്രാർത്ഥിക്കുകയാണ്, ദൈവഹിതം സംബന്ധിച്ചൊക്കെയും എൻ്റെ സഭയിലെ വിശ്വാസികൾ പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരണം. എപ്പഫ്രാസ് തൻ്റെ സഭയിലെ, കൊലോസി സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി താൻ മുട്ടിന്മേൽ നിൽക്കുകയാണ്. ഈ എപ്പഫ്രാസ് പ്രാർത്ഥിച്ചത് പൗലോസ് കേട്ടു. പൗലോസ് കാരാഗ്രഹത്തിലാ, എപ്പഫ്രാസ് തൻ്റെ കൂടെയുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ ആ ദൈവദാസൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ സഭയിലെ വിശ്വാസികൾ, ഞാൻ മുഖാന്തരം രക്ഷയിലേക്ക് വന്ന എൻ്റെ സഭയിലെ വിശ്വാസികൾ, അവർ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണം. ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പരിപൂർണമായിട്ട് നമുക്കൊന്ന് സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, കർത്താവേ, നിന്റെ ഹിതം പൂർണ്ണമായിട്ട് എനിക്കൊന്ന് മനസ്സിലാക്കുവാൻ എന്നെ അവിടുന്ന് സഹായിക്കണമേ. നമ്മളുടെ പ്രതികരണം എങ്ങനെയാ പ്രിയമുള്ളവരെ? നമ്മൾ ഒരിക്കലും ബുദ്ധിഹീനരാകരുത്. കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. നമ്മൾ പാപം വിട്ടൊഴിയണം. ക്രിസ്തുവിനെ നമ്മളുടെ ഹൃദയങ്ങളിൽ കർത്താവായിട്ട് നമ്മൾ വിശുദ്ധീകരിക്കണം. ദൈവേഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ കേൾക്കണം. കേവലം പ്രിയപ്പെടുന്നു എന്ന് മാത്രമല്ല, എബ്രായ ലേഖനത്തിൽ പറയുകയാണ്, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇതാ ഞാൻ വരുന്നു. ഇതാ ഞാൻ വരുന്നു. ആ കർത്താവിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് ഏറ്റെടുക്കാൻ പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെട്ടുകൊണ്ട്, കർത്താവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഈ രാത്രിയുടെ ആയെങ്കിൽ എത്രയോ നന്നായിരുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും. ദൈവേഷ്ടം ചെയ്യുന്നെങ്കിൽ അത് മനസ്സോടെ ചെയ്യണം. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയിലെ വിശ്വാസികളോട് പറയുകയാണ്, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യണം, എല്ലാറ്റിനും നന്ദി പറയണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് ചെയ്തിരിക്കുന്ന ചെറുതും വലുതുമായ എന്തുപകാരമായിരുന്നാലും, നമ്മുടെ ജീവിതത്തിലെ രോഗമോ ദുഃഖമോ കഷ്ടതയോ പട്ടിണിയോ വേദനയോ എന്തുമായിക്കൊള്ളട്ടെ, കർത്താവിന് നന്ദി പറയുവാനിടയായി തീർന്നാൽ നമ്മൾ സമ്പൂർണ്ണ ഹിതത്തിലൂടെ യാത്ര ചെയ്യുന്നതാണ്. തെസ്സലോനിക്കരോട് പിന്നെയും പൗലോസ് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ഈ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയം ഒന്ന് ശുദ്ധീകരിക്കപ്പെടുവാൻ, ദൈവത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ, വേർതിരിയുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. കർത്താവിൻ്റെ ആഗ്രഹം ദൈവവചനത്തിലുടനീളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊരു സത്യനമസ്കാരിയായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
ആത്മാവിലും സത്യത്തിലും അവനെ നമസ്കരിക്കണം. നമ്മുടെ ഹൃദയത്തെ ഒന്ന് കീറി മുറിച്ചുകൊണ്ട്, നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട്, കർത്താവേ, നീ ഇനി എനിക്ക് തരുന്ന നാളുകൾ ഞാനൊരു സത്യനമസ്കാരിയായി തീരുവാൻ കർത്താവേ എനിക്ക് കൃപ നൽകണമേ. ഇത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മളെ സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു രാത്രിയായി തീരട്ടെ. എന്നെ വിദൂരങ്ങളിൽ ഇരുന്ന് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയുവാൻ ഇത് മാത്രമേ ഉള്ളൂ. ഈ രാത്രി നമ്മളെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കാൻ പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാൻ പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ ഇഷ്ടം ഫൈനലായിട്ട് ഞാനൊരു വാക്കൂടെ പറഞ്ഞ് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 24-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 24-ാമത്തെ വാക്യം. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ നീ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു, എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് എൻ്റെ ഇഷ്ടം. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടം നോക്കിക്കേ. അവനിരിക്കുന്ന ഇടത്ത് നമ്മളെ കൂടെ ഇരുത്തുവാൻ താല്പര്യപ്പെടുന്ന ഒരു കർത്താവ്. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് സ്വീകരിക്കാൻ കർത്താവ് നമുക്ക് കൃപയായി തീർന്നു. അവൻ എനിക്ക് വേണ്ടി സങ്കടപാത്രമായി തീർന്നെങ്കിൽ, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയെങ്കിൽ, അവൻ്റെ മക്കളായ നമ്മളെയും അവൻ തകർക്കും. പ്രിയമുള്ളവരെ, അവൻ തകർക്കും, യാതൊരു സംശയവുമില്ല. വരുന്ന നാളുകളിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട്, കർത്താവേ, എന്നെ അവിടുന്ന് ഉപയോഗിക്കത്തക്ക നിലയിൽ, എന്നെ അവിടുന്ന് പ്രയോജനപ്പെടുത്തത്തക്ക നിലയിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ, കർത്താവേ, അത് ദൈവസന്നിധിയിൽ നമുക്കൊന്ന് ഏറ്റു പറയാം. കർത്താവ് വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. വളരെ അനുഗ്രഹീതമായ ദൈവവചനം നാം ശ്രവിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഈ വാക്യവുമായിട്ട് 2026 പ്രവേശിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആണ്ടിൻ്റെ അവസാന മണിക്കൂറുകളിൽ ദൈവഹിതത്തിൻ്റെ മർമ്മം എന്തെന്ന് മനസ്സിലാക്കി നമ്മെ തന്നെ ശോധന ചെയ്ത് 2026 പ്രവേശിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. വചനം ശുശ്രൂഷിച്ച ദൈവദാസനോടുള്ള നന്ദിയെ ഈ അവസരം അറിയിക്കുകയാണ്. നാം പ്രാരംഭമായി കേട്ട പോലെ 3 ദിവസത്തെ ബൈബിൾ ക്ലാസ്സും കഴിഞ്ഞ പകൽക്കാലത്തെ വചന ശുശ്രൂഷയും അതുപോലെ തന്നെ 2 ദിവസത്തെ രാത്രി യോഗങ്ങളിലെ വചന ശുശ്രൂഷയും പ്രിയ ദൈവദാസൻ നടത്തുകയുണ്ടായി. വളരെ അനുഗ്രഹമായ ശുശ്രൂഷകൾ, വചന ശുശ്രൂഷകളായിരുന്നു. പ്രിയദാസനുള്ള നന്ദിയെ കൺവെൻഷൻ കമ്മിറ്റിയുടെ നാമത്തിൽ അറിയിക്കുകയാണ്. കടന്നു വന്ന എല്ലാ സഹോദരീ സഹോദരന്മാരെയും ഗായക സംഘത്തെയും ഞങ്ങളുടെ നന്ദി അറിയിക്കട്ടെ. മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഓൺലൈനായിട്ട് ഈ കൺവെൻഷൻ ശ്രദ്ധിച്ച എല്ലാ സഹോദരങ്ങളെയും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ചില അത്യാവശ്യ അനൗൺസ്മെൻറ്റുകൾ മാത്രം പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രാരംഭമായി നാളെ നടക്കുന്ന മീറ്റിങ്ങുകളെ പറ്റി പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം അനുവദിച്ചാൽ നാളെ രാവിലെ 8 മണി മുതൽ 9 മണി വരെ ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. സുവിശേഷൻ VP പൗലോസ് തൻ്റെ 3 ദിവസത്തെ ബൈബിൾ ക്ലാസ്സുകളുടെ പ്രാരംഭ ദിവസം നാളെയാണ്. വിഷയം ഭരമേൽപ്പിക്കപ്പെട്ട കുടുംബ നിയോഗം എന്നുള്ളതാണ്. ദൈവജനം തക്ക സമയത്ത് തന്നെ കടന്നു വരണമേ എന്ന് അപേക്ഷിക്കുന്നു. 9:30 മുതൽ 9:50 വരെ ഇവിടെയുള്ള സഭാ ഹാളിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവജനങ്ങൾ കൂടി വരുന്നു. സൗകര്യവും സമയവുമുള്ള എല്ലാവർക്കും തന്നെ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഒരു പ്രത്യേക യോഗമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പുതിയ നിയമ സഭകൾ അപ്പോസ്തോലിക ഉപദേശങ്ങളിലേക്ക് മടങ്ങിയതിൻ്റെ
200ാമത് വാർഷിക സമ്മേളനമായി ആ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നു. 200 വർഷത്തെ ചരിത്ര പുസ്തക പ്രകാശനവും ഉണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല, നമ്മുടെ മധ്യേയുള്ള ആത്മീയ ശുശ്രൂഷകളുടെ ഒരു സംക്ഷിപ്ത വിവരണവും ഉണ്ടായിരിക്കുന്നതാണ്. 6 മണി മുതൽ 9 മണി വരെ നടക്കുന്ന രാത്രി യോഗങ്ങളിൽ സുവിശേഷകൻ ശാമുവേൽ ബി തോമസ് അതിവിശുദ്ധ വിശ്വാസം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നതും സുവിശേഷൻ VP പൗലോസ് ജാതികൾ കൂട്ടവാസികൾ എന്ന മർമ്മത്തെ ആസ്പദമാക്കിയും സംസാരിക്കുന്നതാണ്. എല്ലാ മീറ്റിങ്ങുകൾക്കും തക്ക സമയത്ത് തന്നെ കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. താഴെ ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ഇടയിലുള്ള പ്രസിദ്ധീകരണങ്ങളുടെയും ബുക്ക് സ്റ്റോളുകളുടെയും BRT, KEM ഫണ്ട് എന്നിവരുടെയും ബൈബിൾ സ്കൂൾ, മേഴ്സി ഹോം തുടങ്ങിയ പ്രസ്ഥാനങ്ങളുടെയും സ്റ്റോളുകൾ ഉണ്ട്. മീറ്റിങ്ങുകൾക്ക് മുമ്പും മീറ്റിങ്ങുകൾക്ക് ശേഷവും ആ സ്റ്റോളുകൾ നമുക്ക് സന്ദർശിക്കാവുന്നതാണ്. സോങ്സ് ബുക്കും ബൈബിൾ ക്ലാസുകളുടെ നോട്ടും കൗണ്ടറിൽ നിന്ന് ലഭ്യമാണ്. പ്രത്യേകിച്ച് വില ഒന്നും തന്നെ ഇട്ടിട്ടില്ല. എങ്കിലും താല്പര്യമുള്ളവർക്ക് ഡൊണേഷൻ ബോക്സിൽ, അതിനായി ക്രമീകരിച്ചിരിക്കുന്ന ഡൊണേഷൻ ബോക്സിൽ അവരുടെ പണം നിക്ഷേപിക്കാവുന്നതാണ്. ഒരു പ്രത്യേക കാര്യം കൂടെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കുമ്മനാട് സഭയുടെ വാച്ച് നൈറ്റ് സർവീസ് 9:30 തൊട്ട് സഭാ ഹാളിൽ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. സഹോദരൻ ദാനിയേൽ വർഗീസ് പുതുവത്സര സന്ദേശം നൽകുന്നതായിരിക്കും. എല്ലാ സഭാംഗങ്ങൾക്കും ഭക്ഷണം സഭാ ഹാളിൻ്റെ മുൻവശത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. ആരും തന്നെ ഭവനങ്ങളിലേക്ക് അതുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. ആഹാരത്തിന് ശേഷം ഉടനെ തന്നെ നമുക്ക് മീറ്റിംഗ് ആരംഭിക്കുവാനുള്ള സാഹചര്യം ഉണ്ടല്ലോ. എല്ലാവരും ആ വിധത്തിൽ സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ കുമ്മനാട് സഭയിലെ മൂപ്പന്മാരിൽ ഒരാളായ സഹോദരൻ KP ഡേവിഡ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് സന്തോഷത്തോടെ മടങ്ങിപ്പോവാൻ വലിയവനായ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അതാത് സ്ഥല സഭകളിലേക്ക് അടുത്ത മീറ്റിങ്ങിനായിട്ട് നമുക്ക് മടങ്ങിപ്പോകാം. പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിൽ കൂടി ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3 രാത്രികളിൽ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലുള്ള വചനം ഞങ്ങൾക്ക് ലഭിച്ചു. ഇന്ന് 4ാമത്തെ രാത്രിയിലും കർത്താവെ, പ്രിയ സഹോദരനിൽ നിന്ന് കർത്താവെ തിരുവചനത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ ലഭിക്കാൻ തക്കവണ്ണം സഹായിച്ചു. പഴയ നിയമങ്ങളിൽ കർത്താവെ മറഞ്ഞു കിടന്നിരുന്ന ആ മർമ്മങ്ങൾ പുതിയ നിയമത്തിൽ ഞങ്ങൾക്കത് വെളിപ്പെടുത്തി തന്നു. അത് വീണ്ടും കർത്താവെ ഞങ്ങൾക്ക് കണ്ട് സന്തോഷിപ്പാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് ക്രമപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാനും ഒക്കെ കർത്താവെ പ്രിയ സഹോദരന്മാരിൽ കൂടി വചനം ഞങ്ങൾക്ക് നൽകി തന്നു. കർത്താവെ, അതൊക്കെയും ഞങ്ങൾ പൂർണ്ണ ദൈവഹിതം മനസ്സിലാക്കി ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണമാണ് കർത്താവെ അതൊക്കെ നൽകി തന്നിരിക്കുന്നത്. ഞങ്ങളെ തന്നെ അത് വചനപ്രകാരം പരിശോധിച്ച് ഓരോ ദിവസവും ഞങ്ങൾ ജീവിപ്പാൻ സ്വർഗീയ പിതാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊക്കെയും ബലഹീനരാണ്. പല രീതിയിലുള്ള ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നവരാണ്. എന്നാലും കർത്താവ് ഞങ്ങളെ താങ്ങുന്നു, ഞങ്ങളെ നടത്തുന്നു. അവിടുത്തെ കരുണയ്ക്കായി പിതാവെ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഓർക്കുമ്പോൾ 120ാമത്തെ കൺവെൻഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. കഴിഞ്ഞ 119 വർഷങ്ങൾ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇവിടെ നടക്കുവാൻ തക്കവണ്ണം സഹായിച്ചു. കർത്താവെ, അനേക പ്രിയപ്പെട്ടവർ തിരിശയിലേക്ക് അപ്പുറത്തേക്ക് മാറി. 119 കർത്താവെ തലമുറകൾ ഈ തിരിശയിലേക്ക് അപ്പുറത്തേക്ക് മാറി. 120ാമത് ഞങ്ങൾ വന്നിരിക്കുന്നു. കർത്താവെ, ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നു അവിടുത്തെ കരുണയ്ക്കായി പിതാവെ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തലമുറയായി ഞങ്ങളുടെ സങ്കേതമെന്ന് പറയുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തിയിരിക്കുന്ന അവിടുത്തെ കരുണയ്ക്കായി നാഥ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കർത്താവെ തിരുവചനത്തിലെ മർമ്മങ്ങളെ അറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചു. ഓരോ ദിവസവും കർത്താവെ പ്രിയ സഹോദരന്മാരിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ കർത്താവെ ഞങ്ങൾക്ക് നൽകി തന്നുകൊണ്ടിരുന്നു. പകലിലെ യോഗത്തിലും കർത്താവെ നല്ല രീതിയിൽ ചിന്തകൾ നൽകി തന്നു. സഹോദരിമാരുടെ കർത്താവെ യോഗങ്ങൾ നടന്നു. അതും അനുഗ്രഹമായി നടക്കുവാൻ തക്കവണ്ണം സഹായിച്ചല്ലോ. കർത്താവിൻ്റെ കരുണയ്ക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എത്രയോ നല്ലവൻ, എത്രയോ വലിയവൻ
എന്ന് ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് അവിടുത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടുത്തെ തിരുവചനത്തിൽ നിന്ന് നല്ല അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ ഞങ്ങൾക്ക് കർത്താവെ ഇന്ന് നൽകി തന്നതിനാൽ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരൻ്റെ കർത്താവെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ അനുഗ്രഹമായി നടക്കുവാൻ തക്കവണ്ണം സഹായിച്ചു. ബൈബിൾ സ്റ്റഡി 3 ദിവസം ഉണ്ടായിരുന്നു. അതും മർമ്മത്തെക്കുറിച്ചും കർത്താവെ മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അവിടുന്ന് പറഞ്ഞു തന്നു. ഞങ്ങളെ ബലപ്പെടുത്തി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു കർത്താവെ. ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്ന ദൈവകൃപ കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഓരോരുത്തരെയും ഫലമേൽപ്പിക്കുന്നു. ഇനി ഞങ്ങൾ അതാത് സ്ഥലം സഭകളിലേക്ക് മടങ്ങിപ്പോകേണ്ടിയിരിക്കുന്നു കർത്താവെ. ഈ വർഷത്തിൻ്റെ അവസാനത്തെ ദിവസത്തേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു. എന്നാൽ ഞങ്ങൾ ഓർക്കുന്നുണ്ട് കർത്താവെ, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സ്ഥലം സഭയിൽ നിന്ന് പല പ്രിയപ്പെട്ടവരും ഈ തിരുശ്ശേരിക്ക് അപ്പുറത്തേക്ക് മാറ്റപ്പെട്ടു കർത്താവെ. വീണ്ടും ശേഷിച്ചിരിക്കുന്ന അടിയങ്ങൾ വിശ്വസ്തയോടുകൂടി അവിടുത്തെ സന്നിധിയിൽ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകൾ കുറ്റങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാലും ഞങ്ങളെ കർത്താവെ, ഞങ്ങളെ താങ്ങി ഞങ്ങളെ നടത്തുന്ന അവിടുത്തെ കരുണയ്ക്കായി പിതാവെ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. ഇനി അന്യോന്യം കൂടുന്നത് വരെയും അവിടുത്തെ ചിറകിൻ കീഴിൽ ഞങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. മാനവമോഹത്വമെല്ലാം അവിടുത്തെ സന്നിധിയിലേക്ക് പരമേൽപ്പിക്കുന്നു. സകല യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കർത്താവെ ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെ മേലും, വിശേഷാൽ ഇന്ന് വചന ശുശ്രൂഷിച്ച പ്രിയ സഹോദരൻ്റെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.